വെൽക്കം ബാക്ക് ടു ജിനീസ് ഹാപ്പി പ്ലേറ്റ്സ്. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലെമൺ ഹണി കോളിഫ്ലവർ ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് സ്റ്റാർട്ടറായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. റെസിപ്പിയിലോട്ട് പോകാം. ലെമൺ ഹണി കോളിഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു ബൗൾ എടുക്കാം. ബൗളിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ കൂടുതൽ ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനിയും 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി താല്പര്യമില്ലാത്തവർ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. എങ്കിലും നമ്മൾ വെള്ളം കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് കട്ടകളൊന്നും ഇല്ലാതെ നല്ലൊരു സ്മൂത്ത് ബാറ്റർ ആവുന്നിടം വരെ ഇളക്കി കൊടുക്കുക. 1/2 കപ്പ് വെള്ളം മൊത്തം യൂസ് ചെയ്യണമെന്നില്ല. ഒരു 1/4 കപ്പിനും കുറച്ചുകൂടെ വെള്ളം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സ്മൂത്തായിട്ടുള്ളൊരു ബാറ്റർ കിട്ടും. അത് നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ്ഡ് കോളിഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഫ്ലോററ്റ്സ് ആയിട്ട് എടുത്ത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഈ ബാറ്ററിലോട്ട് അപ്പം തന്നെ ഒന്ന് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാൻ വെക്കാം. അതിലേക്ക് ആവശ്യത്തിലുള്ള എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മളിതുപോലെ ഓരോ ഫ്ലോററ്റ്സും നമ്മൾ മാവിൽ മുക്കി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കാൻ. എണ്ണ ചൂടായോ എന്നറിയാൻ ചെറിയൊരു പീസ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് മുകളിലേക്ക് വരുന്നുണ്ടോ നോക്കണം. അങ്ങനെ വരുന്നില്ലെങ്കിൽ എണ്ണ ചൂടായിട്ടില്ല. നന്നായിട്ട് ചൂടായിട്ട് വേണം നമ്മൾ ഇതുപോലെ എല്ലാം ചേർത്ത് കൊടുക്കാൻ. എല്ലാം ചേർത്ത് കൊടുത്ത് നമുക്ക് ജസ്റ്റ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ആവുന്നതിന് വരെ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ ഇടയ്ക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു 5 തൊട്ട് 8 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഇത് ഫ്രൈ ആയിട്ട് കിട്ടും. കണ്ടില്ലേ, ഇവിടെ ഇത് ക്രിസ്പി ആയിട്ട് ഇപ്പോൾ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു 2-3 ബാച്ചായിട്ട് നമുക്ക് വറുത്തെടുത്താൽ മതി. ഞാനിവിടെ 3 ബാച്ചായിട്ടാണ് ഇപ്പോൾ വറുത്തെടുക്കുന്നത്. വറുത്ത കോളിഫ്ലവർ നമുക്ക് മാറ്റി വെക്കാം. അതുപോലെ 3 ബാച്ച് നമുക്ക് വറുത്ത് മാറ്റിയെടുക്കാം. ഇപ്പോൾ ഞാൻ 3ഉം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാൻ വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 4 വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. വെളുത്തുള്ളിയുടെ ഫ്ലേവർ കൂടുതൽ താല്പര്യമുള്ളവർക്ക് കൂടുതൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസ്ഡ് ഓനിയൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേണം ചെയ്യാൻ. നമ്മൾ ചൈനീസ് ഡിഷ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ടാണ് കുക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ സ്പ്രിംഗ് ഓനിയൻ്റെ വൈറ്റ് പോർഷൻ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി പൊടികളായിട്ട് ആകെ മുളക് പൊടി 1 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പൊടി ചേർക്കുമ്പോൾ മാത്രം ഫ്ലെയിം ചെറുതായിട്ടൊന്ന് കുറച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ റെഡ് ചില്ലി സോസാണ് ചേർത്തിരിക്കുന്നത്. കയ്യിലില്ലാത്തവർക്ക് ഗ്രീൻ ചില്ലി സോസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ലൈറ്റ് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ലൈറ്റ് സോയാ സോസ് ചേർത്ത് കൊടുത്താൽ മാത്രമേ ഇതിൻ്റെ കളറ് റെഡ് കളറിലിരിക്കൂ. ഡാർക്ക് സോയ ചേർത്താൽ നമ്മുടെ കോളിഫ്ലവർ ബ്ലാക്ക് കളറിലാവും. എന്നാൽ ടേസ്റ്റിന് കുഴപ്പമൊന്നും കാണില്ല. ഇനി നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതെല്ലാം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ചെയ്യാൻ. ഇപ്പോൾ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. ലെമൺ 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ലെമൺ ജ്യൂസ്. ഈ ഒരു ലെമൺ ജ്യൂസിൻ്റെ പുളിയും ഹണിയുടെ മധുരവും ഒക്കെ ഉള്ളൊരു ഡിഷാണ് നമ്മുടേത്. അപ്പം ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉപ്പ് നോക്കാൻ. കാരണം നമ്മുടെ സോസിലൊക്കെ ഉപ്പുണ്ട്. ഇപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് ആദ്യം തന്നെ മാറ്റി വെച്ച് കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതൊരു സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഗ്രേവി ഒന്നും ആക്കാത്തത്. അഥവാ ഇത് ഗ്രേവി ഉള്ള ഒരു ഡിഷായിട്ടാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോറിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അത് ഇതിലോട്ട് ചേർത്ത് ഒരു ഗ്രേവി ആക്കിയിട്ട് ഈ ഒരു കോളിഫ്ലവറും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാവുന്നതാണ്.
ഞാനിവിടെ ഒരു മീഡിയം സൈസ്ഡ് ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സോസിലോട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഹണി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ ഹണിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അവർ സോസ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെയാണ് ഹണിയും കൂടെ ചേർത്ത് കുക്ക് ചെയ്യുകയാണ് ചെയ്യുക. ഹണി ചേർത്ത് കുക്ക് ചെയ്യരുതെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ലാസ്റ്റിൽ ഹണി ചേർത്ത് കൊടുക്കുന്നത്. അവരവരുടെ താല്പര്യം അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അവസാനമായിട്ട് നമ്മൾ സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പോർഷൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലെമൺ ഹണി കോളിഫ്ലവർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകും. താങ്ക്